മാറ്റം കാണണമെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങൂ. നമ്മൾ പലപ്പോഴും ലോകത്തെ നോക്കി ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആരെങ്കിലും ഇത് പരിഹരിക്കാത്തത്? എന്നാൽ ഇന്ന് ആ ചോദ്യത്തെ മെച്ചപ്പെട്ട ഒന്നിലൂടെ വെല്ലുവിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മികച്ചതാക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? മാറ്റം കാണണമെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കുക. മാറ്റം എല്ലായ്പ്പോഴും വലിയ പ്രസ്ഥാനങ്ങളിലോ തലക്കെട്ടുകളിലോ ആരംഭിക്കുന്നില്ല. അത് ദൈനംദിന നിമിഷങ്ങളിലാണ് ആരംഭിക്കുന്നത്. വിമർശനത്തിനു പകരം ദയ തെരഞ്ഞെടുക്കുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. മറ്റുള്ളവരുടെ പശ്ചാത്തലം, വംശം, ലിംഗഭേദം അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്നിവ പരിഗണിക്കാതെ നിങ്ങൾ അവരോട് ബഹുമാനത്തോടെ പെരുമാറുമ്പോൾ, നിങ്ങൾ വിധിക്കുന്നത് നിർത്തി കേൾക്കാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതുവരെ കാത്തിരിക്കുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. വെറുപ്പ് കുറഞ്ഞ ഒരു ലോകം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സ്നേഹമുള്ളവരായിരിക്കുക. വൃത്തിയുള്ള സമൂഹങ്ങൾ നമുക്ക് വേണമെങ്കിൽ മാലിന്യം തള്ളുന്നത് നിർത്തുക, പുനരുപയോഗം ആരംഭിക്കുക, തദ്ദേശീയരെ പിന്തുണയ്ക്കുക. നമുക്ക് നീതിയും വേണമെങ്കിൽ എല്ലാവരോടും മാന്യമായി പെരുമാറുക. അത് പ്രധാനമാകുമ്പോൾ സംസാരിക്കുക. നിങ്ങളുടെ സ്വന്തം പക്ഷപാതങ്ങൾ തിരിച്ചറിയുക. മാറ്റമാകാൻ നിങ്ങൾക്ക് അനുമതി ആവശ്യമില്ല, നിങ്ങൾക്ക് ധൈര്യം മാത്രം മതി. കാരണം ഒരാൾ മാറുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കും. നമ്മളിൽ പലരും ആ ആദ്യ ചുവടുവെപ്പ് നടത്തുമ്പോൾ ആ അല ഒരു തരംഗമായി മാറുന്നു. അതുകൊണ്ട് ഇന്ന് ലോകം മെച്ചപ്പെടാൻ കാത്തിരിക്കരുത്, സ്വയം തുടങ്ങുക. നന്ദി. മാറ്റം കാണണമെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങൂ. നമ്മൾ പലപ്പോഴും ലോകത്തെ നോക്കി ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആരെങ്കിലും ഇത് പരിഹരിക്കാത്തത്? എന്നാൽ ഇന്ന് ആ ചോദ്യത്തെ മെച്ചപ്പെട്ട ഒന്നിലൂടെ വെല്ലുവിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മികച്ചതാക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? മാറ്റം കാണണമെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കുക. മാറ്റം എല്ലായ്പ്പോഴും വലിയ പ്രസ്ഥാനങ്ങളിലോ തലക്കെട്ടുകളിലോ ആരംഭിക്കുന്നില്ല. അത് ദൈനംദിന നിമിഷങ്ങളിലാണ് ആരംഭിക്കുന്നത്. വിമർശനത്തിനു പകരം ദയ തെരഞ്ഞെടുക്കുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. മറ്റുള്ളവരുടെ പശ്ചാത്തലം, വംശം, ലിംഗഭേദം അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്നിവ പരിഗണിക്കാതെ നിങ്ങൾ അവരോട് ബഹുമാനത്തോടെ പെരുമാറുമ്പോൾ, നിങ്ങൾ വിധിക്കുന്നത് നിർത്തി കേൾക്കാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതുവരെ കാത്തിരിക്കുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. വെറുപ്പ് കുറഞ്ഞ ഒരു ലോകം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സ്നേഹമുള്ളവരായിരിക്കുക. വൃത്തിയുള്ള സമൂഹങ്ങൾ നമുക്ക് വേണമെങ്കിൽ മാലിന്യം തള്ളുന്നത് നിർത്തുക, പുനരുപയോഗം ആരംഭിക്കുക, തദ്ദേശീയരെ പിന്തുണയ്ക്കുക. നമുക്ക് നീതിയും വേണമെങ്കിൽ എല്ലാവരോടും മാന്യമായി പെരുമാറുക. അത് പ്രധാനമാകുമ്പോൾ സംസാരിക്കുക. നിങ്ങളുടെ സ്വന്തം പക്ഷപാതങ്ങൾ തിരിച്ചറിയുക. മാറ്റമാകാൻ നിങ്ങൾക്ക് അനുമതി ആവശ്യമില്ല, നിങ്ങൾക്ക് ധൈര്യം മാത്രം മതി. കാരണം ഒരാൾ മാറുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കും. നമ്മളിൽ പലരും ആ ആദ്യ ചുവടുവെപ്പ് നടത്തുമ്പോൾ ആ അല ഒരു തരംഗമായി മാറുന്നു. അതുകൊണ്ട് ഇന്ന്